പാല നഗരത്തോടനുബന്ധിച്ചുള്ള ഇടവട്ടത്താണ് ആസ്ഥാനം. 1000 വായനക്കാരിൽ നിന്ന് ഇപ്പോൾ ഒരു 23 ലക്ഷം വായനക്കാർ നമുക്ക് പ്രതിദിനം ഒരു ഉള്ളൊരു മാധ്യമമായിട്ട് നമ്മൾ വളർന്നു. 15ഓളം രാജ്യങ്ങൾ നമുക്ക് സ്വന്തം റിപ്പോർട്ടർമാരുണ്ട്. 15 രാജ്യങ്ങളിൽ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്, പ്രാദേശിക തലത്തിലുമുണ്ട്. 100-ലേറെ ആളുകളുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെയാണ് നമുക്കുള്ളത്. മലയാള മനോരമ വരെ ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ പോസ്റ്റുകൾ തൊട്ട് എഡിറ്റർ പോസ്റ്റ് വരെ ഉള്ള തസ്തികകൾ ജോലി ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ മാപ്രാകളെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കപ്പെടാൻ തന്നെ. മാധ്യമരംഗത്ത് 3 പതിറ്റാണ്ടിന്റെ അറിവനുഭവമുള്ള വ്യക്തിയാണ് ശ്രീ വിൻസെന്റ് നെല്ലിക്കുന്നേൽ. നിലവിൽ ഓൺലൈൻ മാധ്യമരംഗത്തെ സീനിയറായ ഒരു പത്രാധിപർ. ഇദ്ദേഹം 13 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഓൺലൈൻ പത്രമാണ് ഇന്ന് മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള സത്യം ഓൺലൈൻ. വാർത്തകളുടെ കുത്തൊഴുക്കിന്റെ ഇക്കാലത്തും നിയമവിരുദ്ധമായ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും മാത്രമല്ല, യാതൊരു കേസും തന്നെ ഈ സ്ഥാപനത്തിനെതിരെ ഇക്കാലയളവിലൊന്നും ചുമത്തപ്പെട്ടിട്ടുമില്ല. മാധ്യമ മേഖലയിലെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ മാത്രമല്ല ഇദ്ദേഹം അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന മീഡിയ അക്കാദമി ഭരണസമിതി അംഗവും സത്യം ഓൺലൈനിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് ശ്രീ വിൻസെന്റ് നെല്ലിക്കുന്നേൽ. 13 വർഷങ്ങൾക്ക് മുമ്പാണ് സത്യം ഓൺലൈൻ തുടക്കം കുറിക്കുന്നത്. അതായത് ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മാധ്യമ ലോകം സഞ്ചരിക്കുന്ന ഒരു സമയത്ത് തുടക്കം കുറിച്ചതാണ്. അന്ന് വളരെ ചെറിയ രീതിയിൽ ചെറിയ സ്റ്റാഫും സംവിധാനങ്ങളും ഒക്കെയാണ് തുടക്കം കുറിച്ചു. 1000 വായനക്കാരിൽ നിന്ന് ഇപ്പോൾ ഒരു ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെ 23 ലക്ഷം വായനക്കാർ നമുക്ക് പ്രതിദിനം ഒരു ഉള്ളൊരു മാധ്യമമായിട്ട് നമ്മൾ വളർന്നു. അതായത് മലയാളത്തിലെ തന്നെ സ്വതന്ത്ര ഓൺലൈനുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യൂവർഷിപ്പുകളിൽ ഒന്നാണ്. മിഡിൽ ഈസ്റ്റിൽ കുറച്ചുകൂടെ നമുക്ക് ആധിപത്യമുണ്ട്. മറ്റ് പ്രവാസി രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതായത് 130-ലേറെ രാജ്യങ്ങൾ നമുക്ക് അനലിറ്റിക്സ് പ്രകാരം റിയൽ ടൈമിൽ 130-ലേറെ രാജ്യങ്ങളിൽ ഉള്ള മലയാളികൾ വായിക്കുന്നത് നമുക്ക് കാണാം. സത്യം ഓൺലൈന് സത്യാവസ്ഥകളിലൂടെ വാർത്തകളുമായിട്ട് സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാലയളവിനുള്ളിൽ ഒരൊറ്റ കേസ് പോലും നമുക്കെതിരായിട്ടുണ്ടായിട്ടില്ല. സത്യം ഓൺലൈനായിട്ട് ഇന്ത്യയിലൊരു കോടതികളിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. അത് വാർത്തകൾ ഒരു ദിവസം 400ഓളം വാർത്തകൾ കയറുന്ന സ്ഥാപനമാണെന്ന് ഓർക്കണം. 400ഓളം വാർത്തകൾ 24 മണിക്കൂറും. ലോകത്തിൽ മലയാളി സാന്നിധ്യം കൂടുതലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, അതായത് വിദേശത്ത് 15ഓളം രാജ്യങ്ങൾ നമുക്ക് സ്വന്തം റിപ്പോർട്ടർമാരുണ്ട്. 15 രാജ്യങ്ങളിൽ. ഇന്ത്യയിലെ എല്ലാ മെട്രോ നഗരങ്ങളിലും നമുക്ക് റിപ്പോർട്ടർമാരുണ്ട്, നമ്മുടെ സ്വന്തം റിപ്പോർട്ടർമാർ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്, പ്രാദേശിക തലത്തിലുമുണ്ട്, താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ പത്രത്തിൽ നമുക്ക് എല്ലാ പേജുകളുണ്ട്. സാംസ്കാരിക പേജുണ്ട്, കാർഷികത്തിന് പേജുണ്ട്, ഓട്ടോമോട്ടീവിന് പേജുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറികളും 75ഓളം കാറ്റഗറികളുണ്ട്. സബ് കാറ്റഗറികളും മെയിൻ കാറ്റഗറികളുമായിട്ട് വിശദമായിട്ട് തന്നെ നമുക്ക് വാർത്തകളും അനുബന്ധ മേഖലകളിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, അത്തരം മാധ്യമപ്രവർത്തകർ നിര തന്നെയാണ് നമ്മുടെ ഈ സത്യം ഓൺലൈനെ നയിക്കുന്നത്. 100ഓളം റിപ്പോർട്ടർമാരായിട്ടും സബ് എഡിറ്റർമാരായിട്ടും കോൺട്രിബ്യൂട്ടേഴ്സായിട്ടും 100-ലേറെ ആളുകളുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഈ വാർത്തകൾ ഇത്ര ആധികാരികമായിട്ട് വിശ്വാസ്യതയോടുകൂടി നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. നമുക്ക് ഇട്ട വാർത്തകൾ ഒരെണ്ണം പോലും പിൻവലിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. പാല നഗരത്തോടനുബന്ധിച്ചുള്ള ഇടവട്ടത്താണ് ആസ്ഥാനം. ഓഫീസുകളായിരുന്നു നമുക്ക് വിദേശത്ത് ഓഫീസുണ്ട്. പിന്നെ UAE-യിലുണ്ട്, ദുബായിൽ, ഖത്തറിലുണ്ട്, ബഹ്റിനിലുണ്ട്, സൗദിയിലുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ പിന്നെ അയർലൻഡ് നമുക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വളരെ സജീവമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ഓസ്ട്രേലിയ ഉണ്ട്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്. ഓസ്ട്രേലിയയിലൊക്കെ വളരെ കാലങ്ങൾ 2012 തൊട്ട് നമുക്ക് സ്ഥിരമായിട്ട് സാന്നിധ്യമുള്ള ആളാണ്. ഇറ്റലി. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മലയാളി സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് വാർത്തകൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളുൾപ്പെടെയുള്ള സത്യം ഓൺലൈൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഒരു കടമയും ഉത്തരവാദിത്വവും എന്ന് പറയുന്നത് വളർച്ചയുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിട്ട് കാണേണ്ടത് വാർത്തകൾ ആധികാരികമായിരിക്കണം എന്നുള്ളതാണ്. എന്തും ആരും എഴുതുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. വ്യാജ വാർത്തകളുടെ ഒരു കാലഘട്ടത്തോട് നമ്മൾ വിട പറയണം. വാർത്തകൾ ആധികാരികമാകണം.
വിശ്വാസ്യതയുള്ളതാകണം. ജനങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന തരത്തിലേക്ക് അത് ഉയരണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഫാക്ട് ചെക്ക് ഉൾപ്പെടെയുള്ള ചില നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത്തരം വ്യാജ വാർത്തകൾ തടയാനുള്ള നിയമം നിലവിൽ വന്നു. 1993 പത്രപ്രവർത്തനം ആരംഭിച്ച ആളാണ്. വളരെ ചെറുതായിട്ട് എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരള ടൈംസ് തുടങ്ങി മലയാള മനോരമ വരെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ചെറിയ വലുതുമായിട്ട് പത്രങ്ങളിൽ ഏറ്റവും ചെറിയ പോസ്റ്റുകൾ തൊട്ട് എഡിറ്റർ പോസ്റ്റ് വരെ ഉള്ള തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ രംഗത്തും ജോലി ചെയ്തിട്ടുണ്ട്. വാർത്താ ശേഖരണത്തിൻ്റെ ഒരവസ്ഥ തന്നെ പണ്ടത്തെ കാലത്ത് ഈ നവമാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ ആധുനിക ഈ സജ്ജീകരണങ്ങൾ മൊബൈൽ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് വാർത്താ ശേഖരണം വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം. യാദൃശ്യമായിട്ട് ചോദിച്ചാണെങ്കിൽ പോലും നല്ല വാർത്ത എന്നൊരു കാറ്റഗറി തന്നെ സത്യം ഓൺലൈനകത്തുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾ മാതൃകയാക്കേണ്ടതായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല വാർത്ത എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഈ പീഡന വാർത്തകൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, അങ്ങനെയുള്ള അത്തരം മോഷണങ്ങൾ കവർ ചെയ്ത് ഇതിനെല്ലാം വലിയ പ്രാധാന്യമാണ് ഇപ്പം മീഡിയകളിൽ കിട്ടുന്നത്. സെൻസേഷൻ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ വലിയൊരു ദുരന്തമാണ് ഈ മാധ്യമ മേഖല ഇപ്പോൾ നേരിട്ടുണ്ട്. പത്രങ്ങൾ തന്നെ ഈ മാധ്യമപ്രവർത്തകർ മാപ്രാകളെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കപ്പെടാൻ തന്നെ ഒരു കാരണം അത് ഈ മാധ്യമപ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. 365 ദിവസവും 2012 സത്യം ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ടുള്ള ഇന്ന് വരെ അവധി ഉണ്ടായിട്ടില്ല. സത്യം ഓൺലൈൻ ഒരൊറ്റ അവധി ഉണ്ടായിട്ടില്ല. 365 ദിവസവും പ്രസിദ്ധീകരിക്കുകയാണ്. അതാദ്യം കൊണ്ടുവരുന്നത് നമ്മളാണ്. പക്ഷേ ഇപ്പോൾ സത്യം ഓൺലൈൻ ഗ്രൂപ്പുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ചെക്ക് ചെയ്യുന്നവർക്കറിയാം 2-3 മിനിറ്റ് ഇടവിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തനത്തോടൊരു നീതി പുലർത്തണമെങ്കിൽ അത് ഒരു അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഓൺലൈനിൻ്റെ വായനക്കാരായി മാറിയിട്ടുള്ള ആൾക്കാർക്ക് രാത്രിയിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മളൊരു മീഡിയ ആണെന്ന് പറയാൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മീഡിയ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ജനത്തെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. പകൽ കൊടുക്കുന്ന പോലെ തന്നെ രാത്രി കൊടുക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ 2016 തൊട്ട് 24 മണിക്കൂർ അപ്ഡേഷൻ നിലവിൽ കൊണ്ടുവരുന്നത്. അന്നും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും വളരെ ചുരുക്കം സ്വതന്ത്ര ഓൺലൈൻ രംഗത്ത് വളരെ ചുരുക്കമുള്ളൂ ഇപ്പോഴും 24 മണിക്കൂർ അപ്ഡേഷൻ. ഈ മുഖ്യധാരാ പത്രങ്ങളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ പോലും ഈ അടുത്ത കാലം വരെ രാത്രിയിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷം അച്ചടി പത്രത്തിൻ്റെ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വളരെ ചുരുക്കമായിട്ടായിരുന്നു വാർത്തകൾ കയറ്റിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പകൽ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ രാത്രിയിലും വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി വായനക്കാരുടെ എണ്ണം കുറവാണ്. വിദേശത്തു നിന്നൊക്കെയുള്ള വായനക്കാരാണ് കൂടുതലായിട്ടുള്ളത് രാത്രി സമയത്ത്. അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാരാണ് ഉള്ളത്. വായനക്കാരുടെ പ്രതിബദ്ധത നിറവേറ്റുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 24 മണിക്കൂർ അപ്ഡേഷൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളി വായനക്കാർ നമ്മളെ ആശ്രയിക്കുന്നു എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ ഭാരിച്ച ചുമതല ഉത്തരവാദിത്വമാണ് നമുക്ക് നൽകുന്നത്. തിരിച്ച് വായനക്കാർക്കും ആധികാരികതയും വിശ്വാസ്യതയും നമ്മൾ സത്യം ഓൺലൈനിൽ വരുന്ന വാർത്തകൾക്ക് ഒരു അയ്യേ എന്ന് പറയാനോ അല്ലെങ്കിൽ മോശം എന്ന് പറയാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ ആധികാരികമായിട്ടാണ് നമ്മൾ വാർത്തകൾ നൽകുന്നത്. അത് വാർത്തകൾ സമഗ്രമാണ്, സമയത്തും ലഭ്യമാണ്. വായനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രോത്സാഹനങ്ങൾ ഈ നിലയിൽ തന്നെ തുടർന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.